ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലൂടെ തന്നെയാണ് ടീം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 3 കളികളിൽ നിന്ന് ഒരു കളിയാണ് രാജസ്ഥാൻ ജയിച്ചേക്കുന്നത് എന്നതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. സ്ഥിരമായിട്ടൊരു ക്യാപ്റ്റൻ തന്നെ രാജസ്ഥാൻ ഈ വർഷമില്ല എന്ന് തന്നെയാണ്. സഞ്ജു സാംസന്റെ പരിക്ക് തന്നെയാണ് ഏറ്റവും അപകടം പിടിച്ച ഈ ഒരു അവസ്ഥക്ക് കാരണം എന്ന് തന്നെ പറയാം. സഞ്ജു സാംസൺ ഫിറ്റ്നസ്സിനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിന് ശേഷം പിറ്റേ ദിവസം തന്നെ BCCIയെ സമർപ്പിച്ചിട്ടുണ്ട്. നേരെ തന്നെ ബാംഗ്ലൂരിലോട്ട് പോയിട്ടുണ്ട്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫിറ്റ്നസ് വീണ്ടെടുക്കുക എന്നതാണ്. ഫിറ്റ്നസ് ലഭിക്കുമോ എന്ന് തന്നെയാണ് ചർച്ചാ വിഷയം. ഫിറ്റ്നസ് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും റയാൻ പരാഗ് തന്നെയായിരിക്കും ക്യാപ്റ്റൻ. ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്ന് തന്നെയാണ് തൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ കാരണം. മറ്റുള്ളവർ അഡ്രസ് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം എന്ന് തന്നെയാണ്. ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് ഈ വർഷം സഞ്ജു സാംസൺ കളിക്കുകയാണെങ്കിൽ തന്നെ ആരും ശ്രദ്ധിക്കുകയില്ല. മികച്ച പെർഫോമൻസ് എടുത്താൽ പോലും ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 കളി എടുത്ത് നോക്കിയാൽ തന്നെ ആദ്യത്തെ കളി 66 അടിച്ചെങ്കിലും സഞ്ജു സാംസന്റെ മുഖത്ത് ഒരു കോൺഫിഡൻസ് പോലും ഉണ്ടായില്ല. സഞ്ജു സാംസൺ ഫിറ്റ്നസ് കിട്ടിയാൽ തന്നെ മികച്ച രീതിയിൽ ഫോമായി തിരിച്ചു വരാൻ എളുപ്പമുള്ള ഒരു താരം തന്നെയാണ്. ഫിറ്റ്നസ് ലെവൽ ക്ലിയർ ചെയ്ത് BCCI കൊടുത്തില്ലെങ്കിൽ സഞ്ജു സാംസന്റെ ഈ ഒരു IPL സീസൺ വളരെ പരിതാപകരമായിട്ട് തന്നെ പോകും. കാരണം കോൺഫിഡൻസ് ഇല്ലാതെ ബാറ്റ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥ തന്നെയാവും എന്ന് തന്നെ പറയാം. ഒരു സന്തോഷമില്ലാതെ തന്നെ കളിക്കേണ്ട അവസ്ഥ, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പറ്റാത്ത അവസ്ഥ. തൻ്റെ ക്യാപ്റ്റൻസി തിരികെ കിട്ടി ഗ്രൗണ്ടിൽ ഇറങ്ങി പെർഫോം ചെയ്യുക എന്ന് തന്നെയായിരിക്കും സഞ്ജു സാംസന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇനി ഏകദേശം ഒരാഴ്ച അവസരമുണ്ട്. കാരണം പഞ്ചാബായിട്ടുള്ള കളി ഈ വന്ന 5-ാം തീയതി ശനിയാഴ്ച രാത്രി 7:30 അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം തന്നെയാണെന്ന് തന്നെ പറയാം. ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ രാജസ്ഥാന്റെ ഈ ഒരു വർഷം വളരെ പരിതാപകരം തന്നെയാണെന്ന് തന്നെ പറയാം. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സഞ്ജു സാംസൺ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ കളിക്കേണ്ടി വരും എന്നത് തന്നെയാണ്. പരാഗ് തന്നെയായിരിക്കും തുടർന്നുള്ള കളികളിൽ ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുക. പിന്നീട് ഫീൽഡിങ്ങിന് മാത്രം അനുമതി കിട്ടുകയാണെങ്കിൽ തന്നെ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത് ഫീൽഡ് ചെയ്യാൻ തന്നെ തയ്യാറാവും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഓക്കെ.